തൻ്റെ പിറന്നാൾ ഈ മാസമായിരുന്നുവെന്നും ഇപ്പോൾ തനിക്ക് പലർക്കും മറുപടി കൊടുക്കാനായില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു പിള്ള എത്തുന്ന ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നതാണ് ഈ വീഡിയോയുടെ ആദ്യ ഉള്ളടക്കം. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ആദ്യം ഞെട്ടലായിരുന്നു. എന്തിനാണ് നടി ക്ഷമ ചോദിക്കുന്നത് എന്നായിരുന്നു പിന്നീടുള്ള ഒരു ചോദ്യം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്ത വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്തു എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്തത് വളരെയധികം കൃത്യമായി തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നു. മെയ് 11 എൻ്റെ പിറന്നാൾ. അന്നത്തെ ദിവസം ഒത്തിരി പേര് എനിക്ക് ആശംസകളുമായി എത്തി. എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇത്രയും അധികം ആളുകൾ എനിക്ക് ആശംസയായിട്ട് എത്തുന്നത്. ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്നാൽ ഇത്തവണത്തെ എൻ്റെ പിറന്നാളിന് എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം തിരക്കിലായിരുന്നു. ഷൂട്ടുള്ളപ്പോൾ തന്നെ നമുക്ക് ഫോൺ എടുക്കാനാകില്ലല്ലോ. എന്നാൽ അതിനിടയിൽ കണ്ട ആശംസകളൊക്കെ താൻ നന്ദി അറിയിക്കുകയും ആഡ് ടു സ്റ്റോറി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പലർക്കും എനിക്ക് മറുപടി കൊടുക്കാനായില്ല. പലരും സ്റ്റോറി ഇട്ടത് ഞാൻ കാണാതെ പോയി. പലരുടെയും മെൻഷൻ എനിക്ക് പിന്നീടാണ് കാണാൻ സാധിച്ചത്. അപ്പോഴേക്കും ആ സ്റ്റോറി പോവുകയും ചെയ്തിരുന്നു. ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഒത്തിരി പേരുടെ കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചു. എന്നാൽ ഒത്തിരി പേരുടേത് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്തു. എന്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്റ്റോറി ഷെയർ ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നരുതല്ലോ. അതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. ആദ്യമൊക്കെ തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് പേരിലേ വരികയുള്ളൂ എന്ന്. അങ്ങനെ എല്ലാവരുടെയും സ്റ്റോറി കണ്ട് സംസാരിച്ച് അങ്ങനെ പോവുകയായിരുന്നു. അതിനിടയിൽ തന്നെ പെട്ടെന്ന് നമ്പറുകൾ കൂടാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് പിന്നെ ജോലിയും കൂടി ആയപ്പോൾ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ പോയത്. അതിലൂടെ തന്നെ ഞാൻ നിങ്ങളുടെ ഒരുപാട് പേരുടെ ആശംസകൾ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ എനിക്ക് അത്രയും സന്തോഷം നൽകി. എല്ലാവരുടെയും ആശംസകൾ ഞാൻ കാണുകയും ചെയ്തു. യഥാസമയം എനിക്ക് മറുപടി നൽകാൻ പറ്റാത്തത് തിരക്കിലായതുകൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ ജാനി, അതായത് മലയാളികളുടെ പ്രിയപ്പെട്ട ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ താരപുത്രി ദയാ സുജിത്ത് എന്ന മഞ്ജു പിള്ളയുടെ മകൾ സമ്മാനവുമായി എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ പിറന്നാളിന് ഞാനിവിടെ ഇല്ല, അപ്പോൾ എനിക്ക് സമ്മാനം നൽകാൻ സാധിക്കില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ ഇപ്പോൾ സമ്മാനം നൽകുന്നു എന്ന് പറഞ്ഞാണ് ജാനി എത്തിയിരുന്നത്. അന്ന് ജാനിയുടെ ശമ്പളം കൊണ്ട്, അധ്വാനിച്ച പൈസ കൊണ്ട് ആദ്യമായി വാങ്ങിയതാണ് എന്ന് ജാനി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇനിയും എനിക്ക് ശമ്പളം വാങ്ങാൻ പറ്റട്ടെ, എന്നും അമ്മയ്ക്ക് ഇതുപോലെ ഓരോ സമ്മാനങ്ങൾ വാങ്ങിത്തരാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും ജാനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു നല്ല വാർത്തയായി ഇത് മാറുകയും ചെയ്തു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്ത ഓരോന്നോരോന്നും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം. പ്രേക്ഷകരെല്ലാം തന്നെ വാർത്ത ഓരോന്നോരോന്നും പ്രേക്ഷകരുടെ ഇടയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളായി തന്നെ പങ്കുവയ്ക്കുന്നത് കാണാനും സാധിക്കുന്നുണ്ട്. ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് തോന്നുന്നത്. മഞ്ജു പിള്ള ഇത്തരത്തിൽ നമ്മളോട് സംസാരിച്ചല്ലോ എന്നും പലരും നമ്മളെ ഒഴിവാക്കുന്ന സ്ഥലത്തൊക്കെ തന്നെയും മഞ്ജു പിള്ള വളരെയധികം സ്നേഹത്തോടെയാണ് അതിനെ കാണുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാണിച്ചത് തന്നെ നല്ല മനസ്സ് ചേച്ചി എന്നാണ് പലരും കമൻറ്റ് ചെയ്ത് എത്തുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.